നമസ്കാരം, ഞാൻ സതീദേവി മേനോൻ. വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസറബിൾ എന്ന ഒരു നോവലിലെ ഒരു കഥാപാത്രമാണ് ജീൻ വാൽജിൻ. ജീൻ വാൽജിൻ ഫ്രാൻസിലത്തെ ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. അപ്പോ അയാളുടെ അനിയനും ഫാമിലിയും ഇയാളുടെ ഒപ്പം തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. വെള്ളം പോലും കുടിക്കാൻ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം വിഷമപ്പെട്ടിട്ട് ഈ കുട്ടികളുടെ കരച്ചിലും ഒക്കെ കണ്ട് ജീൻ വാൽജിന് വിഷമമായിട്ട് ജീൻ വാൽജിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ തൊട്ടടുത്ത ഒരു കടയിൽ നിന്ന് ഒരു വലിയ റൊട്ടി മോഷ്ടിക്കും. മോഷ്ടിച്ചതും ആ കടയിലത്തെ ആള് പോലീസിനെ വിളിച്ച് ജീൻ വാൽജിനെ പോലീസിൽ പിടിപ്പിക്കും. പോലീസ് 2 ദിവസത്തെ റിമാൻഡില് കൊണ്ടുപോകും ജീൻ വാൽജിനെ. ജയിലിൽ കിടക്കുമ്പോ അന്നത്തെ ദിവസം രാത്രി ജീൻ വാൽജിന് വല്ലാത്തൊരു വിഷമം. അയ്യോ, കുട്ടികൾ പഷ്ണി കെടുക്കല്ലേ, കരയല്ലേ എന്നുള്ള രീതിയിൽ. അങ്ങനെ ജീൻ വാൽജിൻ ജയിലിൽ ചാടും. ജയിലിൽ ചാടിയിട്ടായാലും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടുകൊടുത്ത സമാധാനം ആവില്ലേ എന്നുള്ള ഒരു ഇതോടുകൂടി. പക്ഷെ ജയിലിൽ ചാടിയതും ആദ്യം പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചിട്ട് ഇയാളെ എന്ത് പറ്റും, 6 മാസത്തേക്ക് റിമാൻഡ് ചെയ്യും. ആദ്യം 2 ദിവസമേ ഉണ്ടായുള്ളൂ, ഇതിപ്പോ 6 മാസത്തെ റിമാൻഡിൽ ഇരിക്കേണ്ടി വന്നു. അപ്പൊ ജയിലിൽ ഇങ്ങനെ ഓരോ പണിയെടുക്കുമ്പോഴും കുറച്ച് ഭക്ഷണം കിട്ടുമ്പോഴും അത് കഴിക്കുമ്പോൾ പോലും ജീൻ വാൽജിന് വയറാളും. അയ്യോ, എന്റെ ഫാമിലി അവിടെ ഭക്ഷണിരിക്കല്ലേ, കുട്ടികൾ ഭക്ഷണിരിക്കല്ലേ എന്നുള്ളതില്. അങ്ങനെ പ്ലാൻ ചെയ്ത് 3ാമതും ജയിലിൽ ചാടും. 3ാമത് ജയിലിൽ ചാടുമ്പോ പണിഷ്മെന്റ് 19 കൊല്ലത്തെ പണിഷ്മെന്റായി, തടവായി. 19 കൊല്ലം പിന്നെ നരകിച്ച് ആ ജയിലിൽ ജീവിച്ചു. അങ്ങനെ 19 കൊല്ലം കഴിയുമ്പോ ജീൻ വാൽജിന് പരോളിൽ ഇറങ്ങാൻ പറ്റി. പരോൾ അനുവദിച്ചോടുകൂടി ജീൻ വാൽജിൻ പുറത്തേക്ക് പോരുന്നു. അപ്പോ ഫ്രാൻസിലൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണിഷ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ക്രിമിനലിന് പാസ്പോർട്ട് കൊടുക്കുമല്ലോ, പാസ്പോർട്ട് യെല്ലോ പാസ്പോർട്ട് ആക്കി കൊടുക്കും. അപ്പൊ ഈ യെല്ലോ പാസ്പോർട്ട് ആരെയും കാണിച്ചിട്ട് വേണം മിണ്ടാൻ. സംസാരിക്കണമെങ്കിൽ പോലും ആദ്യം ഈ യെല്ലോ പാസ്പോർട്ട് കാണിക്കണം. അപ്പൊ എല്ലാവർക്കും അറിയാം അതൊരു ക്രിമിനൽ ആയിരുന്നു, ഇപ്പൊ ജയിലിൽ നിന്ന് വന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ പാസ്പോർട്ട് കൊടുക്കണം. അങ്ങനെ ഇയാൾക്ക് വിശന്നിട്ട് ജീൻ വാൽജിൻ റോട്ടി കൂടെ ഇങ്ങനെ തെരുവിൽ കൂടെ നടക്കുകയാണ്. എന്തെങ്കിലും ഭക്ഷണം ആരെങ്കിലും തരൂ, ജോലിയും കിട്ടണില്ല. അങ്ങനെ ആദ്യം ഭക്ഷണം കിട്ടാണ്ട് വിശന്ന് തളർന്നു ഒരു വലിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാതിലില് തട്ടുമ്പോ ഒരു ആള് വന്ന് വാതില് തുറക്കും. അപ്പൊ പറയും, എനിക്കൊരു ഇത്തിരി ഭക്ഷണം വേണം, വല്ലാണ്ട് വിശക്കണു. ഞാനിങ്ങനെ യെല്ലോ പാസ്പോർട്ട് കാട്ടുമ്പോ ആൾക്ക് മനസ്സിലായി. അപ്പൊ അതാരായിരുന്നു? അത് പള്ളിയിലെ മെത്രാന്റെ വീടായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഇരിഞ്ഞാലക്കുടയില് ഇവിടെ പോകുമ്പോ അവിടെ പാരീസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ഇത് ഇടയ്ക്ക് തോന്നാറുണ്ട്. കോളേജിൽ നിന്ന് ബസ് പിടിച്ചിട്ട് നടന്നു വരുമ്പോഴേ ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കാണാന്ന്. പറ്റില്ലേയിരിക്കും, അറിയില്ല. വലിയ വീടായിരിക്കും അവരുടെ മെത്രാന്റെ ഒക്കെ വീട് അല്ലെ, അറിഞ്ഞൂടാട്ടാ. അപ്പൊ ഇയാള് വേഗം വിശക്കണമെന്ന് പറഞ്ഞതും വേഗം കയ്യും കാലൊക്കെ കഴുകി ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോകും. ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ ജീൻ വാൽജിന് എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഡൈനിങ് ടേബിൾ നിറച്ച് സിൽവറിന്റെ പാത്രങ്ങളാണ് നിരത്തി വെച്ചേക്കുന്നത്. സിൽവറിന്റെ കാൻഡില് കത്തിച്ച് ലൈറ്റൊക്കെ കത്തിച്ച് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കുമ്പോ ഭയങ്കര ആർത്തിയോടുകൂടി, എന്ന് വെച്ചാൽ കുറെ നാളായി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് മെത്രാൻ പറയും, കിടക്ക വിരിച്ചു കൊടുത്ത് ഉറങ്ങിക്കോളാൻ പറയും. നല്ല കിടക്കൊക്കെ വിരിച്ചു കേട്ടോ. അപ്പൊ കെടുക്കുമ്പോ ജീൻ വാൽജിൻ വിചാരിക്കും, എത്ര വർഷങ്ങളായി, 19 വർഷത്തിന് ശേഷം ഒരു കിടക്കയിൽ കെടുക്കണ അയാള്. ഭയങ്കര സന്തോഷായിട്ട് ക്ഷീണിച്ച് തളർന്ന് കിടന്നുറങ്ങി. പള്ളിയിലെ 3-ാം മണി അടിച്ചപ്പോ ജീൻ വാൽജിൻ ഞെട്ടി എണീറ്റത് മനസ്സിൽ തോന്നി, അയ്യോ എന്റെ ഫാമിലി വിശന്നിരിക്കുകയാണല്ലോ, പഷ്ണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ജീൻ വാൽജിൻ അപ്പൊ ഒരു മനസ്സിലൊരു ചിന്ത പിന്നെയും വന്നു. എന്ത് ചെയ്യും? അവിടുന്ന് ഒരു സഞ്ചി എടുത്ത്, അടുക്കളയിൽ നിന്ന് ഒരു സഞ്ചി എടുത്തിട്ട് ഈ വെള്ളിപ്പാത്രങ്ങൾ മുഴുവനും ആ സഞ്ചിയിലിട്ടിട്ട് ജീൻ വാൽജിൻ ആ മെത്രാന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയതും പോലീസ് പിടിക്കുമ്പോ ചോദിക്കും, ഇത് എവിടെന്നാ? അപ്പൊ പറയും, ഞാൻ ഇങ്ങനെ മെത്രാന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത്. അങ്ങനെ പോലീസ് ജീൻ വാൽജിനെയും കൊണ്ട് മെത്രാന്റെ വീട്ടിൽ വരും. മെത്രാൻ വാതിൽ തുറക്കും. ചോദിക്കുമ്പോ മെത്രാൻ മനസ്സിലായി പോലീസ് പിടിച്ചു എന്ന്. അങ്ങനെ വേഗം മെത്രാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എന്തേ ജീൻ വാൽജിൻ, ഞാൻ നിനക്ക് കാൻഡിൽ സ്റ്റിക്കും കൂടിയും വെള്ളിയുടെ കാൻഡിൽ സ്റ്റിക്കും കൂടിയും തന്നതല്ലേ, നീ അത് മറന്നോ എന്ന് ചോദിക്കും. അപ്പൊ പോലീസിന് തോന്നും മെത്രാൻ കൊടുത്തതല്ലേ ഈ പാത്രം, ഇയാൾ മോഷ്ടിച്ചതല്ല എന്ന്. പോലീസ് അവിടെ വിട്ടിട്ട് പോകും.
വിട്ടിട്ട് പോയതോടുകൂടി ഇയാൾക്ക് തോന്നും, ഓ എന്നെ രക്ഷിച്ചത് കണ്ടില്ല, അയാള് ശരിക്കും പോലീസിൽ പിടിച്ചു കൊടുക്കാവുന്നതല്ലേ ഉണ്ടായുള്ളൂ. അങ്ങനെ ജീൻ വാൽജിന് മാനസാന്തരം വരികയാണ്. എന്നുവെച്ചാൽ ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്ത് എന്നൊരു ക്രിമിനലായിട്ടുള്ള എന്നെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം തന്ന് കെടുത്തി ഉറക്കി എന്നിട്ടും എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് മാനസാന്തരപ്പെടുകയാണ്. മാനസാന്തരപ്പെട്ടിട്ട് ഇയാൾ പേര് വരെ മാറ്റിയിട്ട് അവിടുത്തെ മേയറായി, പിന്നെ പൊതുപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നല്ല മനസ്സോടുകൂടി ജീവിച്ച് കൊസിറ്റോ പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളരെ നല്ല ജീവിതം ജീവിച്ച് പിന്നെന്താ പറയാ മരിച്ചു. ഒരു എന്താ പറയാ മനസ്സ് നിറഞ്ഞു മരിക്കുക എന്ന് പറയില്ലേ, അതായത് കണ്ടന്റഡ് ആയിട്ട് എല്ലാം ഇഷ്ടമുള്ളതെല്ലാം അയാള് ചെയ്തു. നമ്മുടെ ഒരു ക്ഷമിക്കൽ മറ്റൊരാളുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയേക്കാം. ബിഷപ്പിന്റെ അത്ര വലിയ ഒരു മനുഷ്യനാവാൻ പറ്റില്ല എങ്കിലും നമുക്കും ഒന്ന് ശ്രമിച്ചുകൂടെ ക്ഷമിക്കാനും പൊറുക്കാനും, അല്ലെ? ദേഷ്യം വന്നിട്ട് ആ ഒരു ദേഷ്യത്തിൽ നമ്മൾ എന്തും ചെയ്യണേലും നല്ലത് നമ്മളൊന്ന് ആ സമയത്ത് ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത് ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ പലതും പലർക്കും നഷ്ടപ്പെടുമില്ല, സന്തോഷത്തോടു കൂടി ഇരിക്കാനും പറ്റും, മനസ്സമാധാനവും കിട്ടും, അല്ലേ? അപ്പോ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു.